Prayer. Heavenly Father, as we start this day, we ask for your wisdom to guide our steps, bring clarity to our mind, and help us make the right decisions. Bless our efforts with success, and let your favor shine upon us. We trust in our plan and ask for your strength as we pursue our goals. In Jesus' name, Amen. Signing and thought of the day. Good afternoon all. I invite Aparna ma'am for today's class. A warm welcome to our online class, ma'am. We are honored by your presence today and welcome my classmates. Have a great session. Thank you. Thought of the day. Every day is a new chance to learn something new. Thank you. 1 minute. Hang on. 1 minute. Okay. Page number 127. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 127 എടുക്കാം. നമ്മൾ പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്തില്ലാലോ. ഇല്ല. അതല്ലേ നമ്മൾ ഇനി എടുക്കേണ്ടത്. അതെ. എനിക്ക് PDF ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, എല്ലാവരും ഒന്ന് നോക്കാം കേട്ടോ, കാരണം PDF ഷെയർ ആവുന്നില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോ ഓക്കെ ആയിരിക്കും. ഒരു മിനിറ്റ്. വിഷൻ എടുത്തായിരുന്നോ? ഓക്കെ കേട്ടാ. വിഷ്ണു എടുത്തായിരുന്നോ? എടുത്തതായിട്ട് എന്റെ ഓർമ്മ. ഓക്കെ, നമ്മള് എല്ലാവരും ടെസ്റ്റ് അവൈലബിൾ ആണെങ്കിൽ അത് നോക്കുക. അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, PDF ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോ നമ്മൾ നോക്കുന്നത് പ്രിൻസിപ്പിൾസ് വിച്ച് അണ്ടർപിൻ എഫക്റ്റീവ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ്. എഫക്റ്റീവ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന് ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ജസ്റ്റ് നമുക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഇസ് ഇമ്പോർട്ടന്റ്. നമ്മള് ഒരു ഓപ്പൺ ആയിട്ട് പാരന്റ്സും ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ഞാൻ ടെസ്റ്റിലുള്ളത് തന്നെ എല്ലാം പറയുന്നത് പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ടെസ്റ്റിന്റെ കാര്യത്തിലേക്ക് വരുന്നത്. ഓക്കെ, പിന്നെ റെഗുലർ പാരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഹെൽപ്പ് സ്റ്റുഡൻസ് പ്രോഗ്രസ്. കുട്ടികളുടെ പ്രോഗ്രസ്സിന് ഒരു റെഗുലർ ആയിട്ട് പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് വളരെയധികം നല്ലതാണ്. Parents should be involved in school activities and decision making. School activities like decision making, parents എപ്പോഴും ഇൻവോൾവ് ആവണം. School should respect family values and background. നമ്മൾ ഓരോ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ടും വാല്യൂസും നോക്കിയിട്ടല്ല അവരെ റെസ്പെക്ട് ചെയ്യുന്നത്. നമ്മള് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും പാരന്റ്സിനും നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. Early support helps child perform better in studies. അപ്പോൾ നല്ല രീതിയിൽ അവർക്ക് നല്ല രീതിയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഏർലി സപ്പോർട്ട്, അവരുടെ ബേസിക് ലെവൽ മുതൽ അവർക്ക് നമ്മൾ നല്ല സപ്പോർട്ട് കൊടുക്കണം. പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഇംപ്രൂവ് സ്റ്റുഡൻസ് ബിഹേവിയർ. ടീച്ചേഴ്സും കുട്ടികളോടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കുട്ടികളുടെ ബിഹേവിയറൽ പ്രോബ്ലംസും കാര്യങ്ങളും റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഷുഡ് ഷെയർ ദ ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റുഡന്റ് ഡെവലപ്മെന്റ്. കുട്ടിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ടീച്ചേഴ്സ് പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ട്രസ്റ്റ് ബിറ്റ്വീൻ ഫാമിലി ആൻഡ് സ്കൂൾ ക്രിയേറ്റ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ലേണിംഗ്. കുട്ടികളുടെ ലേണിങ്ങിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ട്രസ്റ്റ് വേണം അല്ലെ? നമ്മൾ നമ്മുടെ കുട്ടീനെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ അവരിൽ ഒരു വിശ്വാസം വേണം. കുട്ടീനെ നല്ല രീതിയിൽ അവർ ട്രെയിൻ ചെയ്യിക്കും എന്നൊരു വിശ്വാസത്തോട് കൂടി വേണം നമ്മൾ അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ. സ്കൂൾ ഷുഡ് ഗൈഡ് ദ പാരന്റ്സ് ഓൺ ഹൗ ടു സപ്പോർട്ട് ലേണിംഗ് അറ്റ് ഹോം. സ്കൂളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും പാരന്റ്സ് എങ്ങനെ കുട്ടികളുടെ ലേണിംഗിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. Equal importance should be given to academic and emotional development. കുട്ടിയുടെ അക്കാഡമിക് ഡെവലപ്മെന്റ് പ്ലസ് ഇമോഷണൽ ഡെവലപ്മെന്റിൽ എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാം എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ടെക്നോളജി can helps to improve communication between school and family. ഇന്ന് ടെക്നോളജിക്കൽ പ്രോഗ്രസ് മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ടീച്ചേഴ്സും ഫാമിലീസും ടീച്ചേഴ്സും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എൻകറേജ് പാരന്റ് ഫീഡ്ബാക്ക് ഹെൽപ്പ് ഇംപ്രൂവ് സ്കൂൾ ക്വാളിറ്റി. സ്കൂൾ ക്വാളിറ്റിനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്യാം. സേഫ് ആൻഡ് ഫ്രണ്ട്ലി സ്കൂൾ എൻവയോൺമെന്റ് സപ്പോർട്ട് പാർട്ണർഷിപ്പ്. അതൊരു സേഫും അതേപോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്കൂൾ എൻവയോൺമെന്റ് സ്കൂൾ പാർട്ണർഷിപ്പിന്റെ നല്ല രീതിയിലുള്ള ഒരു മുതൽക്കൂട്ടാണ്. ജോയിന്റ് പ്രോബ്ലം സോൾവിംഗ് ഹെൽപ്സ് സോൾവ് സ്റ്റുഡൻസ് ലേണിംഗ് ഇഷ്യൂസ് ഫാസ്റ്റർ. ജോയിന്റ് ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ട പ്രോബ്ലംസ് നമ്മൾ ജോയിന്റ് ആയിട്ട് പാരന്റ്സും ടീച്ചേഴ്സും കൂടി ഒരുമിച്ച് കുട്ടിയുടെ ലേണിംഗ് പ്രോബ്ലംസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ്ലി സ്റ്റെപ്പ് എടുക്കണം. കണ്ടിന്യൂസ് പാർട്ണർഷിപ്പ് ഇംപ്രൂവ് ഓവറോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് കുട്ടിയുടെ ഓവറോൾ എഡ്യൂക്കേഷൻ പ്രോസസ്സിനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് നമ്മൾ പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ട് ഇത്രയും ദിവസം നോക്കിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ പ്രിൻസിപ്പിൾസിലേക്ക് കടക്കുകയാണ്. ഒന്നുകൂടി നോക്കട്ടെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന്. ഒരു മിനിറ്റ്. ഇതിക്ക് മുമ്പ് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ വന്നിട്ടുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ, ഞാൻ വിചാരിച്ചു ശരിയാവുന്ന വിചാരിച്ച 1 മിനിറ്റ് കേട്ടോ. അപ്പൊ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. 11 പ്രിൻസിപ്പിൾസ് ആണ് നമ്മളിവിടെ പറയുന്നത്. നമുക്ക് 11 പ്രിൻസിപ്പിൾസിലേക്ക് കടക്കാം. അതില് ബേസിക് പ്രിൻസിപ്പിൾസ്, ഈ 11 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓ മറന്നു പോവുകയോ അല്ലെങ്കിൽ അയ്യോ അത് എവിടെയാ പഠിച്ചതെന്നൊക്കെ പറയരുത് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടോപ്പിക് ഈ ഒരു ചാപ്റ്ററിൽ മാത്രമല്ല പിന്നീട് വരുന്ന ചാപ്റ്ററുകളിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പൊ ബേസിക് പ്രിൻസിപ്പിൾസിൽ പറയുന്നത് സ്കൂൾ, ഫാമിലി ആൻഡ് സ്കൂൾ ബോത്ത് വാണ്ട് ദ ബെസ്റ്റ് ഫോർ ദ ചൈൽഡ്. നമുക്കറിയാം ഫാമിലി ആയാലും സ്കൂൾ ആയാലും കുട്ടിയുടെ ബെസ്റ്റിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പാരന്റ്സിന്റെ ഒരു കൺസേൺ ആണ്. നമ്മുടെ കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കണം. നമ്മൾ എങ്ങനെയാണ്, നമ്മൾ എത്ര കഷ്ടപ്പെടുന്നോ അതൊന്നും കുഴപ്പമില്ല, കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ബെസ്റ്റ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാണ് ഓരോ പാരന്റ്സിന്റെയും ഒരു എയിം. നിങ്ങൾ ഓരോരുത്തരുടെയും ആഗ്രഹവും അത് തന്നെയല്ലേ? നല്ലൊരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം, നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം? Okay. Then every child has the right to reach full potential. അത് ഓരോ കുട്ടിക്കും അവരുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്തിച്ചെല്ലാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. നമ്മൾ അവർക്ക് ഫ്രീഡം, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തെടുക്കുക. ഫുൾ പൊട്ടൻഷ്യൽ സെൽഫ് ഫുൾഫിൽമെന്റിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. 127 ആണ് പേജ് നമ്പർ 127 ആണ്. PDF ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് PDF കാണാത്തത്. ഓക്കെ, ഫാമിലി ആർ ദ ഫസ്റ്റ് ടീച്ചേഴ്സ് ഓഫ് ചിൽഡ്രൻസ്. നമുക്കറിയാലോ ഓരോ കുട്ടിയുടെയും ഫസ്റ്റ് ടീച്ചർ ആരാണ്? അവന്റെ ഫാമിലിയാണ്. ഫാമിലിയാണ് ഫസ്റ്റ് എഡ്യൂക്കേറ്റർ ഓഫ് ദ ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുഡ് സ്കൂൾ
സേഫ് ആൻഡ് സപ്പോർട്ടീവ് ലേണിംഗ് എൻവയോൺമെന്റ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഒരു നല്ല ഗുഡ് സ്കൂളുകളാണ്. ഒരു സേഫ് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകളായിരിക്കണം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടത്. ടീച്ചിങ് ക്വാളിറ്റി ആൻഡ് ടീച്ചർ സ്കിൽ മസ്റ്റ് ബി റെസ്പെക്റ്റഡ്. നമ്മുടെ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി, അവരുടെ സ്കിൽസും കാര്യങ്ങളും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കാരണം അവർ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ അറിയാവുന്ന അല്ലെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. സോ അവരെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമ്മുടെ കുട്ടികളുടെ ടീച്ചേഴ്സിനെ പാരന്റ്സും റെസ്പെക്ട് ചെയ്യണം. പാരന്റ്സിനെ നമ്മൾ ടീച്ചേഴ്സ് നിങ്ങൾ ഇനി നിങ്ങൾ ഓരോരുത്തരും ഓരോ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് മാറുന്നതാണ്. അല്ലെങ്കിൽ ചില കുട്ടികൾ ടീച്ചേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. സോ നമ്മൾ നമ്മുടെ കുട്ടികളുടെ പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യണം. ഫാമിലി ഡൈവേഴ്സിറ്റി ഷുഡ് ബി വാല്യൂഡ്. നമുക്കറിയാം പൊതുവെ എല്ലാ ഫാമിലിയും ഒരുപോലെയാണോ? എന്തായാലും ഡിഫറെന്റ്. നമ്മളിപ്പോ ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ ഒരു 25 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ 25 സ്റ്റുഡൻസിന്റെ ഫാമിലി മെന്റാലിറ്റി ഡിഫറെന്റ് ആണ്. സോ ആ ഒരു ഡൈവേഴ്സിറ്റി നമ്മൾ വാല്യൂ ചെയ്യണം. ഡിഫറൻസ് ഇൻ ലാംഗ്വേജിലുള്ള ഡിഫറൻസ്, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യും. സോ ഇത് നമ്മൾ വാല്യൂ ചെയ്യണം. പാർട്ണർഷിപ്പ് നീഡ് ട്രസ്റ്റ്, റെസ്പെക്ട് ആൻഡ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ഒരു നമ്മുടെ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊരു പാർട്ണർഷിപ്പിന്റെയും ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ട്രസ്റ്റ്, വിശ്വാസം, റെസ്പെക്ട്, ബഹുമാനം, നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഷെയർ ചെയ്യുക എന്നത്. ലീഡർഷിപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ പാർട്ണർഷിപ്പ്. ഏതൊരു പാർട്ണർഷിപ്പിലും ലീഡർഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുക, അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഇത് വേണം, ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. പാർട്ണർഷിപ്പ് ഇംപ്രൂവ് സ്റ്റുഡന്റ് മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ്. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ കുട്ടികളുടെ ലേണിംഗ്, സ്റ്റുഡൻസിന്റെ ലേണിംഗും അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. പാർട്ണർഷിപ്പ് കണക്ട് സ്കൂൾ വിത്ത് കമ്മ്യൂണിറ്റീസ്. നമ്മുടെ ഈ ഒരു പാർട്ണർഷിപ്പ്, ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ആണ് നമ്മുടെ സമൂഹമായിട്ട് സ്കൂളിനെ കണക്ട് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി. മെനി ഓർഗനൈസേഷൻ ക്യാൻ സപ്പോർട്ട് ഫാമിലി സ്കൂൾ ടുഗദർ. നമ്മുടെ ഫാമിലി സ്കൂളും കണക്ട് ചെയ്യുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, 1 മിനിറ്റ് കേട്ടോ, ഞാനൊന്ന് ടെക്നിക്കൽ ടീമിനോടൊന്ന് ഇൻഫോം ചെയ്യട്ടെ കേട്ടോ. ഓക്കെ കേട്ടോ, എല്ലാവരും PDF നോക്കാം, ഷെയർ ആയിട്ടുണ്ട്. അപ്പോ ആദ്യത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് ഓൾ ഫാമിലി ആൻഡ് സ്കൂൾ വാണ്ട് ദ ബെസ്റ്റ് ഫോർ ദർ ചിൽഡ്രൻസ്. നമ്മൾ ഫാമിലീസും സ്കൂളും എപ്പോഴും കുട്ടിയുടെ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക. കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഫേർട്ട് എടുക്കുന്നത്. ഫാമിലീസ് ആൻഡ് സ്കൂൾ ബോത്ത് വാണ്ട്സ് ദ ബെസ്റ്റ് ഫോർ ദർ ചൈൽഡ്. അപ്പോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ, അതുപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട്, അക്കാഡമിക് സപ്പോർട്ടാണ് ഫാമിലീസ് സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. എവറി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു റീച്ച് ഫുൾ പൊട്ടൻഷ്യൽ. ഏതൊരു കുട്ടീനെ സംബന്ധിച്ചും എല്ലാ കുട്ടികൾക്കും അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ, അവരുടെ സെൽഫ് ആക്ച്വലൈസേഷൻ ഏരിയയിലേക്ക് എത്താനുള്ള റൈറ്റ്സ് ഉണ്ട്. നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കാര്യങ്ങളും കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട്. All children have the right to the opportunity to reach their full potential. നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും അവരുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്താനുള്ള റൈറ്റ്സ് ഉണ്ട്. ഫാമിലീസ് ആർ ദ ഫസ്റ്റ് ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേറ്റർ ഓഫ് ദർ ചൈൽഡ്. കുട്ടികളുടെ ഫസ്റ്റ് ടീച്ചർ ആരാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് എഡ്യൂക്കേറ്റർ ആരാണ്?
ഫാമിലീസ് ആണ്. ഫാമിലീസ് ആർ ദ ഫസ്റ്റ് ടീച്ചേഴ്സ് ഓഫ് ചിൽഡ്രൻ. നമ്മളൊരു കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടി വരുന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഏതാണ് എന്നുള്ളത്. ആ കുട്ടീനെ നമ്മൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ. കാരണം ഒരു കുട്ടിയുടെ ഫസ്റ്റ് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് ആരാണ്? ഫാമിലീസ് ആണ്. Effective school provides nurturing and supportive learning environment. ഒരു ഗുഡ് സ്കൂൾ അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടൊരു സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു സേഫ് ആൻഡ് സപ്പോർട്ടീവ് ലേണിംഗ് എൻവയോൺമെന്റ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ഒരു സേഫ് ആൻഡ് സപ്പോർട്ടിംഗ് ലേണിംഗ് എൻവയോൺമെന്റ് സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Families and schools value quality teaching and respect the teacher's professional expertise. എന്നുവെച്ചാല് ഫാമിലീസും സ്കൂളും എപ്പോഴും നമ്മുടെ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റിയിൽ വിശ്വസിക്കണം. നമ്മുടെ ടീച്ചേഴ്സിനെ വിശ്വസിച്ച് നമ്മൾ കുട്ടികളെ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ബാക്കി എല്ലാം ചെയ്യുന്നത് ആരാണ്? ടീച്ചേഴ്സ് ആണ്. അവരെ പോളിഷ് ചെയ്ത് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു പെൻസിലാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മളപ്പോ അവരുടെ ക്വാളിറ്റിയിൽ അവരുടെ സ്കിൽസിൽ നമ്മൾ വിശ്വസിക്കണം. ഓക്കെ. റെസ്പെക്ട് ടീച്ചേഴ്സ് പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ്. നമ്മുടെ ഓരോ ടീച്ചേഴ്സിന്റെയും പ്രൊഫഷനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാം. Families and school value the diversity of the families and use this as a resource for building partnership and community. നമുക്കറിയാം ഓരോ ഫാമിലീസും അല്ലെങ്കിൽ ഓരോ ഫാമിലീസിന്റെയും എന്താണ് ഡൈവേഴ്സിറ്റീസ് ഏറ്റവും ഡിഫറെന്റ് ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ കുട്ടിയും വരുന്ന ഓരോ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഏറ്റവും ഡിഫറെന്റ് ആയിരിക്കും. സോ നമ്മൾ അവരായിട്ട് നല്ല രീതിയിലൊരു കോണ്ടാക്ട് ബിൽഡ് ചെയ്യാൻ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിലൂടെ നല്ലൊരു പാർട്ട്ണർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. Families at school value the diversity of these families and use this as a resource for building partnership and communities. പാർട്ട്ണർഷിപ്പും കമ്മ്യൂണിറ്റീസും ബിൽഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? വാല്യൂ ചെയ്യണം. Family school partnership are based on mutual responsibility, respect and trust. ഏതൊരു ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിന്റെ ബേസിക് ആയിട്ട് പാർട്ട്ണർഷിപ്പിന്റെ തന്നെ ബേസ് ആണ് റെസ്പോൺസിബിലിറ്റി, റെസ്പെക്ട്, ട്രസ്റ്റ്. അപ്പൊ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 തത്വങ്ങളാണ് റെസ്പോൺസിബിലിറ്റി, റെസ്പെക്ട് ബഹുമാനം, ട്രസ്റ്റ് വിശ്വാസം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ പാർട്ട്നേഴ്സ് തമ്മിൽ വേണം. ഫാമിലിയും സ്കൂളും തമ്മിൽ നല്ലൊരു റെസ്പെക്റ്റും ട്രസ്റ്റും റെസ്പോൺസിബിലിറ്റിയും വേണം. Leadership is a critical to build and maintaining and renewing the partnership. Leadership is important to build and maintaining partnership. ഏതൊരു പാർട്ട്ണർഷിപ്പ് പോലെ തന്നെ നമുക്ക് നമ്മുടെ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിലും എന്ത് വേണം? ലീഡർഷിപ്പ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. Family school partnership improve the students' motivation and learning. നമ്മുടെ കുട്ടിയുടെ മോട്ടിവേഷൻസ്, ലേണിംഗ് സ്കിൽസ്, അവരുടെ അക്കാഡമിക് പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് ഒരു പരിധി വരെ ഒരു നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് strengthen the connection between school and their community. നല്ലൊരു ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ ഒരു കണക്ഷൻ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. സ്കൂളും കമ്മ്യൂണിറ്റി സൊസൈറ്റി ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് നല്ല രീതിയിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പാർട്ട്ണർഷിപ്പ് ക്യാൻ ഇൻവോൾവ് ഓൾ ദ ഓർഗനൈസേഷൻ ദാറ്റ് സപ്പോർട്ട് ഫാമിലീസ് ആൻഡ് സ്കൂൾസ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് ഫാമിലീസ്, സ്കൂൾ മാത്രമല്ല മറ്റേതൊക്കെ ഓർഗനൈസേഷൻസ് ഇൻവോൾവ് ആണ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അവരെല്ലാവരെയും നമുക്ക് ഈ ഒരു പാർട്ട്ണർഷിപ്പിന്റെ ഭാഗമാക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് പറയും കമ്മ്യൂണിറ്റി പാർട്ട്ണർഷിപ്പ് അല്ലെ ഫാമിലി സ്കൂൾ കമ്മ്യൂണിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? സമൂഹമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് നല്ല വാല്യുബിൾ ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിനെ വാർത്തെടുക്കുക എന്നതാണ് ഒരു നല്ലൊരു ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിന്റെ ഉത്തരവാദിത്വം. ഓക്കെ, എനിക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ വോയിസ്? ഞാൻ എന്റെ ഇമേജ് കാണുന്നത് ഭയങ്കര ബ്രേക്ക് ആയിട്ടാണ്, ബ്ലറായിട്ട് ബ്രേക്ക് ആയിട്ടൊക്കെയാണ്. ഇമേജ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്, വോയിസ് ആവുന്നില്ല. ഓക്കെ, ഇമേജ് ഇപ്പോഴും ബ്ലറായിട്ട് പോലെ ഇങ്ങനെ പോവാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. 11 points, 11 principles
ലാസ്റ്റ് പോയിന്റ് കൂടെ പറയാം, 11th പോയിന്റ്. Okay. Partnership can involve all the organization that support family and schools. നമുക്ക് ഈ ഒരു പാർട്ണർഷിപ്പിലേക്ക്, ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിലേക്ക് മറ്റു ഓർഗനൈസേഷൻസിനെയും കൂടി ഇൻവോൾവ് ചെയ്യാം. നമുക്ക് നല്ല രീതിയിൽ ഈ പാർട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മറ്റ് ഓർഗനൈസേഷൻ എന്തുവെച്ചാൽ ഇപ്പൊ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് കമ്മ്യൂണിറ്റീനെ, നമുക്ക് സമൂഹത്തെ നമുക്ക് ഈ ഒരു പാർട്ണർഷിപ്പിലേക്ക് ഇൻവോൾവ് ചെയ്യാം. അപ്പൊ അങ്ങനെ നല്ലൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻസിനെയും കൂടി പാർട്ണർഷിപ്പിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്സ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണോ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ല, ഷെയർ. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലീസും സ്കൂൾസിലെ ടീച്ചേഴ്സും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് മാത്രല്ലടാ, നമ്മള് ഫാമിലി ജസ്റ്റ് നമ്മളുടെ ചില ഫാമിലീസിന്റെ ഒരു കൺസേൺ ഉണ്ട്. നമ്മൾ കുട്ടീനെ സ്കൂളിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ എൻറ്റയർ പ്രോസസ്സിൽ നമുക്ക് വേറെ റോളൊന്നുമില്ല, ബാക്കി എല്ലാ ടീച്ചേഴ്സും അല്ലെങ്കിൽ സ്കൂളും ആണ് കുട്ടി ക്ലാസ് ആക്കി ഫുൾ A+ വാങ്ങിക്കേണ്ടത് എന്നൊരു ചിന്താഗതി ഇന്നുണ്ട്. ഇന്ന് ഭൂരിഭാഗം പാരന്റ്സും കാണുന്നത് അവര് എന്താ പറയാ, ഒരു ബിസിനസ്, എന്താ പറയാ, നമ്മള് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയുന്നത് അവരെ കുട്ടീനെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യേണ്ട വ്യക്തികളായിട്ട് മാത്രമാണ്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. നമ്മൾ ടീച്ചേഴ്സിനെ കൊണ്ട് മാത്രം കുട്ടികളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വിത്ത് സപ്പോർട്ട് ഓഫ് ഫാമിലി, നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ടോട് കൂടി മാത്രമേ നല്ല രീതിയിൽ നമുക്ക് കുട്ടീനെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ ക്ലാസ്സിൽ വരുന്ന സമയത്ത് മാത്രമേ നമ്മുടെ അടുത്ത് കുട്ടികളുള്ളൂ. അപ്പൊ ആ ടൈമിൽ നമുക്ക് അവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിക്കാം. വീട്ടിൽ പോയിട്ട് അവർ ചിലപ്പോ മൊബൈലോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷനോ കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഫോണിലൊക്കെ ആയിരിക്കും ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ശ്രദ്ധ കൊടുക്കേണ്ടത് ആരാണ്? ഫാമിലിയാണ്. അപ്പൊ ഫാമിലി സ്കൂളും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ബിഹേവിയർ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും മുൻകൂട്ടി ഐഡന്റിഫൈ ചെയ്യാനും അത് സോൾവ് ഔട്ട് ചെയ്യാനും പറ്റും. അപ്പോ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ആണ്. നമ്മൾ PTA എന്നൊക്കെ പറയുന്നത്, പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ, അതിന്റെ കുറച്ചും കൂടി ഹൈപ്പർ ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. മീന, മനസ്സിലായോടാ? ഓക്കെ മാം. ഇല്ല ആദ്യമായിട്ടില്ല, സെക്കൻഡ് ടൈം. ഇടയ്ക്ക് മിസ്സായിട്ടുണ്ട് മാമിന്റെ ക്ലാസ്. 6th ഫാമിലീസ് ആൻഡ് സ്കൂൾസ് വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി, ആ പോയിന്റ് ഒന്നും കൂടി പറയാം. എന്നതില്ലേ, നമ്മള് ഫാമിലി ആൻഡ് സ്കൂൾ വാല്യൂ ദ ഡൈവേഴ്സിറ്റി ഓഫ് ദ ഫാമിലീസ്. നമുക്കറിയാലോ, എല്ലാ ഫാമിലിയും ഒരേപോലെയാണോ? അല്ല, ഡിഫറെന്റ് ആണ്. സോ നമ്മൾ ഓരോ ഫാമിലിയെയും അപ്രോച്ച് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവും, അല്ലേ? നമ്മള് പണ്ട് നമ്മള് ഫോളോ ചെയ്തൊരു രീതിയായിരുന്നു. ചില പ്രിൻസിപ്പൊന്നും ചില പ്രിൻസിപ്പാളിനൊന്നും ഫാമിലിയോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ലാംഗ്വേജ് ബാരിയർ ഉണ്ട്, ലാംഗ്വേജ് പ്രോബ്ലംസ്. അത് നമ്മൾക്ക് ഇവിടെ പ്രശ്നമില്ലെങ്കിലും ചില ടീച്ചേഴ്സിന് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഫാമിലീസിനോട്, കാരണം ലാംഗ്വേജ് പ്രോബ്ലംസ് ഉണ്ടാവും. അത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്, ലാംഗ്വേജ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡിഫറെന്റ് ഫാമിലീസ് ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. സോ നമ്മൾ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രാൻസ്ലേറ്ററിന്റെ ഒരു ഹെൽപ്പോട് നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ആ ഒരു കുട്ടീനെ അല്ലെങ്കിൽ ഒരു ഫാമിലിനെ നമ്മൾ മാറ്റി നിർത്തല്ല വേണ്ടത്, അവരെയും കൂടി ഒരുമിച്ച്, അവരുടെയും കൂടി ഒരു സപ്പോർട്ടോട് കൂടി നമുക്ക് നല്ല കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവരെ വാർത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓരോ കുട്ടികളും ഡിഫറെന്റ് ആയിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും വരുന്നത്. സോ നമ്മൾ ആ ഒരു ഡൈവേഴ്സിറ്റിനെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടത്. ജസ്മിന, ഒന്ന് റീഡ് ചെയ്താൽ ഓവറോള്. കാരണം പ്രിൻസിപ്പിൾസില് ഞാൻ ചില പോയിന്റ്സിനെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഒരു പോയിന്റ് വായിക്കുന്നതിന് മുമ്പായിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന രീതിയിൽ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് സിംപ്ലിഫൈ ചെയ്തിട്ടും ആദ്യം റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഏതെങ്കിലും പ്രിൻസിപ്പിൾസിൽ ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ. മാം പറയുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ആ സെന്റൻസ് വായിക്കുമ്പോൾ അതിലെന്തോ ഒരു
ആ ഒരു മാം പറയുന്ന മീനിങ്ങുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നുന്നു. അല്ലാതെ ആ സെന്റൻസിന്റെ സ്ട്രക്ചറിന്റെ പ്രശ്നമാണ്. ഞാനിപ്പോ പറഞ്ഞില്ലേ, ഇപ്പൊ മോൻ പറഞ്ഞ 6th പോയിന്റ്, അതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേണ്ടത് വാല്യൂ ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് ദ ഫാമിലീസ് ആണ്, അല്ലെ? ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ്, വാല്യൂ ദ ഡൈവേഴ്സിറ്റീസ് ഓഫ് ദ ഫാമിലീസ് എന്നാ പറയുന്നത്. സോ ആ ഒരു റിസോഴ്സ് ഫോർ ബിൽഡിംഗ് പാർട്ട്ണർഷിപ്പ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ അത് നയിക്കുന്ന ബന്ധം എന്നുള്ള രീതിയിൽ ആസ് എ റിസോഴ്സ് ഓഫ് ബിൽഡിംഗ് പാർട്ട്ണർഷിപ്സ് ആൻഡ് കമ്മ്യൂണിറ്റി. ഓക്കെ, അത് യൂസ് ദിസ് ആസ് എ റിസോഴ്സ് ഫോർ ബിൽഡിംഗ്. ഓക്കെ, നമ്മൾ ഈ ഫാമിലീസിന്റെ ഡൈവേഴ്സിറ്റീസും കാര്യങ്ങളും നമ്മൾ വാല്യൂ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ അത് നല്ലൊരു പാർട്ട്ണർഷിപ്പും ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന നല്ലൊരു സമൂഹം വാർത്തെടുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഡൈവേഴ്സിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാല്യൂ ചെയ്യുമ്പോൾ അവരുടെ കൺസേൺസും കാര്യങ്ങളും നമ്മൾ പരിഹരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിസോഴ്സ് ബിൽഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള റിസോഴ്സ് ആയിട്ട് മാറുന്നു. ഓക്കെ, അത് മനസ്സിലാക്കിയെടുക്കുന്ന രീതിക്കുള്ള പ്രശ്നമാണ്. ഓക്കേടാ? ഓക്കെ ഓക്കെ മാം പറയുന്നത് നന്ന് ക്ലിയർ ആവുന്നുണ്ട്, പക്ഷെ സെന്റൻസ് വെച്ച് മാച്ച് ആവത്തോ എനിക്ക്. അത് ജസ്റ്റ് നിങ്ങളിപ്പോ ട്രാൻസ്ലേറ്ററിൽ ഇട്ട് കൊടുത്താലും ഇത് മീനിങ് കറക്റ്റ് ആയിട്ട് കിട്ടില്ല അതാ. അതുകൊണ്ട് ഞാൻ സമ്മപ്പ് ചെയ്തിട്ട് പറയാനായിട്ട് ശ്രമിച്ചത് കേട്ടോ. ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്ററിൽ അടിച്ചു കൊടുത്താലും ആ മീനിങ്ങില് ഒരു എന്താ പറയാ ഡിഫറൻസ് ഫീൽ ചെയ്യൂട്ടോ നിങ്ങൾക്ക്. ആ ഒരു പോയിന്റിന്റെ പ്രശ്നമാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണോ? ഓക്കെ, അപ്പോ നമ്മള് പ്രിൻസിപ്പിൾസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നമ്മൾ ഇനി നോക്കുന്നത് ഫോളോയിങ് ഫാക്ടേഴ്സ് ഗൈഡ് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ് ഇൻ എഡ്യൂക്കേഷൻ. താഴെ പറയുന്ന ഫാക്ടേഴ്സ് നമ്മൾ എന്താണ് എഡ്യൂക്കേഷനിൽ ഫാമിലി സ്കൂൾ ഫാമിലി കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പിൽ ഗൈഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമുക്ക് നോക്കാം. ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച്, ഡിഫറെന്റ് രീതിയിലുള്ള അപ്രോച്ചും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ആദ്യം പറയുന്നത് ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച് ആണ്. ചിൽഡ്രൻസ് വെൽബീയിങ് ആൻഡ് എഡ്യൂക്കേഷൻ ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ വെൽബീയിങ്, അവരുടെ നല്ല പെരുമാറ്റം, അവരുടെ എഡ്യൂക്കേഷനെയാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഓൾ പ്രോഗ്രാം ഷുഡ് ബി ഫോക്കസ് ഓൺ സ്റ്റുഡൻസ് നീഡ്സ്. നമ്മുടെ കുട്ടികളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നീഡ്സിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് നോക്കുന്നത്. ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച് ആണ്. ചിൽഡ്രൻസ് ആൻഡ് യങ് പീപ്പിൾസ് ആർ ദ ഹാർട്ട് ഓഫ് ദ സ്കൂൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ സ്കൂളിനെ സംബന്ധിച്ച് സ്കൂളിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് ചിൽഡ്രൻസും യങ് പീപ്പിൾസ് ആണ്. ഇപ്പൊ സ്മാർട്ട് സ്ട്രീറ്റിനെ സംബന്ധിച്ച് നിങ്ങളായതുപോലെ നമ്മുടെ വർക്കിംഗ് അപ്പോസ് ഇൻസ്റ്റിറ്റ്യൂട്ടില് ആ കുട്ടികളും അല്ലെങ്കിൽ യങ് പീപ്പിൾസ് ആണ് സ്കൂളിന്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ്, വെൽബീയിങ്, എഡ്യൂക്കേഷൻ ആർ ദ ഫോക്കസ് ഓഫ് ഓൾ പ്രോഗ്രാംസ് ആൻഡ് സർവീസ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസിന്റെയും അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിന്റെയും സർവീസിന്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് കുട്ടികളുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ആയിരിക്കണം. അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലും അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അവരുടെ വെൽബീയിങ്, നല്ല രീതിയിലുള്ള പെരുമാറ്റം കാര്യങ്ങളും, അതേപോലെ അവരുടെ എഡ്യൂക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കാം നമ്മൾ നല്ല രീതിയിൽ കുട്ടികളെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട്. ഓഫ് ഓൾ പാർട്ണർഷിപ്പിന്റെ ബേസ് തന്നെ എന്താണ്, ചൈൽഡ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു അപ്രോച്ച് കുട്ടികൾക്ക് കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. സെക്കൻഡ് വരുന്നത് ഫാമിലി സെന്റേർഡ് അല്ലെങ്കിൽ ഫാമിലി ഫോക്കസ്ഡ് അപ്രോച്ച് ആണ്. നമുക്കറിയാം പാരന്റ്സ് ആർ ദ പാർട്ട്നേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ. ഞാൻ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ പറയുന്നതാണ്, ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനില് ഫാമിലീസ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ആണ്. നമ്മൾ ടീച്ചേഴ്സിനെ പോലെ തന്നെ ഈക്വലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആണ് കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ ആര്, ഫാമിലീസ് എന്ന് പറയുന്നത്. ഫാമിലീസ് നോ ദ ചൈൽഡ് ലേണിംഗ് നീഡ്സ് ബെസ്റ്റ്. നമുക്ക് ടീച്ചേഴ്സിനേക്കാളും കൂടുതൽ കുട്ടിയുടെ ലേണിംഗ് നീഡ്സ് ആർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഫാമിലീസിന്, പാരന്റ്സിന് മനസ്സിലാക്കാൻ പറ്റും.
ഈ പാരന്റ്സ് എന്ത് ചെയ്യും, അവരുടെ കുട്ടിയുടെ നീഡ്സും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങൾ ഓരോ ടീച്ചേഴ്സിനോടും എന്റെ മോക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇന്ന പോലെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ നമ്മൾ അവരെ കേൾക്കണം. നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അവർ പറയുന്നത് നല്ല പേഷ്യൻസോട് കേൾക്കണം. അതേപോലെ അവരുടെ നീഡ്സും കാര്യങ്ങളും മെറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യാണ് വേണ്ടത്. ഫാമിലി ഫോക്കസ്ഡ് ആണ്. Parents and caregivers have the right and responsibility to be the partner in the children's education. കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ പാരന്റ്സും കെയർ ഗിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ കുട്ടികളും പാരന്റ്സിനൊപ്പം തന്നെ ആവണമെന്നില്ല സ്റ്റേ ചെയ്യുന്നത്, അല്ലെ? നമ്മൾ കേരളത്തിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലും ഗ്രാൻഡ് പാരന്റ്സിനൊപ്പം കുട്ടികൾ വളരുന്നുണ്ട്. അപ്പോൾ പാരന്റ്സ് അല്ലെങ്കിൽ കെയർ ഗിവേഴ്സിന് ആ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ പാർട്ട്ണറായി നിൽക്കാനുള്ള റൈറ്റ്സും എഡ്യൂക്കേഷൻ ആർക്കുണ്ട്? പാരന്റ്സിനുണ്ട്. ദേ ആർ അഡ്വക്കേറ്റ് ഫോർ ദർ ചിൽഡ്രൻസ്. അപ്പോ നമ്മള് എന്താ പറയാ, വക്കീൽ അതിന് ചില അഡ്വക്കേറ്റ് ആണ്. കുട്ടിയുടെ നീഡ്സും കാര്യങ്ങളും നമുക്കായിരിക്കും കുട്ടീനേക്കാൾ നന്നായിട്ട് ടീച്ചേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഹാവ് വാല്യുബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദി ചിൽഡ്രൻ ലേണിംഗ് സ്റ്റൈൽ ആൻഡ് നീഡ്സ്. നമ്മൾ കുട്ടീനെ ഇപ്പൊ ഒരു സ്കൂളിൽ നിന്ന് മാറ്റി കുട്ടീനെ നമ്മൾ മറ്റൊരു സ്കൂളിലേക്ക് ചേർത്തു എന്ന് വിചാരിക്കും. കുട്ടി കുറച്ച് പഠിക്കാൻ കുറച്ച് വീക്ക് ആണെങ്കിൽ നമുക്കായിരിക്കും കുട്ടീനെ കുറിച്ച് നേരത്തെ അറിവ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ടീച്ചേഴ്സിനോട് പറയാം, എന്റെ മോൻ കുറച്ച് സ്ലോ ആയിട്ടാണ് ലേൺ ചെയ്യുന്നത്, കാര്യങ്ങൾ പഠിക്കാൻ ടൈം എടുക്കും, പക്ഷെ പഠിച്ച കാര്യങ്ങൾ മറക്കില്ല. അവന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആരോട് പറഞ്ഞു കൊടുക്കണം? ടീച്ചേഴ്സിനോട് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ സ്കൂളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ കുട്ടികളുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ പാരന്റ്സ് മുഖേനയാണ് ടീച്ചേഴ്സ് അറിയുന്നത്. ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ദാറ്റ് ഫാമിലി ഈസ് ദ പ്രൈമറി പ്രൊവൈഡർ ഇൻ മീറ്റിംഗ് ചിൽഡ്രൻസ് നീഡ്സ്. അപ്പൊ കുട്ടിയുടെ നീഡ്സും കാര്യങ്ങളും മീറ്റ് ചെയ്യാനായിട്ട് പ്രൈമറി പ്രൊവൈഡർ ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? ഫാമിലീസ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് മസ്റ്റ് ബി ആൻ ആക്റ്റീവ് പാർട്ട്ണർ ഇൻ എഡ്യൂക്കേഷൻ. അതുകൊണ്ടാണ് നമ്മുടെ ഫാമിലീസിനൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആയിട്ട് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ സ്കൂൾ കഴിഞ്ഞ നെക്സ്റ്റ് സ്കൂളിനോടൊപ്പം തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് ഫാമിലീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വറീസും കാര്യങ്ങളും പാരന്റ്സ് ആയിരിക്കും ടീച്ചേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് നിങ്ങളുടെ അടുത്ത് ഒരു കുട്ടീനെ കുറിച്ചിട്ട് ഇന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവർ ലേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുന്നത് കുറച്ച് സ്പീഡായിട്ടാണ്, അതൊന്ന് സ്ലോ ചെയ്യാവോ, അങ്ങനെ അവർ ലേൺ ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പാരന്റ്സ് ആരോട് പറഞ്ഞു കൊടുക്കും? ടീച്ചേഴ്സിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ടീച്ചേഴ്സ് എന്താ ചെയ്യേണ്ടത്? അത് വാല്യൂ ചെയ്യണം. അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് നമ്മളില് എന്തെല്ലാം ചേഞ്ചസ് വരുത്താൻ പറ്റുമോ അതെല്ലാം നമ്മൾ മാക്സിമം അവരുടെ ആ ഒരു എന്താ പറയാ, അവരുടെ ആ ഒരു സ്റ്റഡീസിൽ നമ്മൾ മാക്സിമം പാരന്റ്സിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഫോക്കസ് ചെയ്ത് ലേൺ ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ചൈൽഡ് സെന്റേർഡ് പറഞ്ഞു, ഫാമിലി സെന്റേർഡ് പറഞ്ഞു. ചൈൽഡ് സെന്റേർഡ് പറഞ്ഞത് കുട്ടിയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രോഗ്രാംസും സർവീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അവരെ കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ക്ലാസ്സും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാൻ. അടുത്ത ഫാമിലി ഫോക്കസ്ഡ് ഫാക്ടറിൽ പറയുന്നത് ഫാമിലിയുടെ വറീസും കാര്യങ്ങളും ഉണ്ടാവും. അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ കുട്ടികൾക്ക് ഒരു ബെറ്റർ ലേണിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കുക 2 പോയിന്റും, ചൈൽഡ് സെന്റേർഡും ഫാമിലി സെന്റേർഡും. എല്ലാവരും റീഡ് ചെയ്തോ? ക്ലിയർ ആണോ? ആ 2
ചൈൽഡ് സെന്റേർഡ് ഫാമിലി ഫോക്കസ്ഡ് ഫാക്ടറും. ഇനി കോപ്പറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ് ആണ് ട്ടോ. ഏതൊരു പാർട്ട്ണർഷിപ്പിലും നമുക്ക് കോപ്പറേഷൻ വേണം അല്ലെ, ഐക്യം വേണം. ഏതൊരു പാർട്ട്ണർഷിപ്പിന്റെ ബേസിക് അതിന്റെ കൺസേൺ ആണ് ഐക്യം എന്ന് പറയുന്നത്. ടീച്ചേഴ്സ്, പാരന്റ്സ്, സ്റ്റുഡൻസ്, കമ്മ്യൂണിറ്റി വർക്ക് ടുഗദർ. എഡ്യൂക്കേഷനിൽ അവിടെ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാണ് ആരെല്ലാം? എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, കുട്ടികളുടെ ഫാമിലീസ്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സ്, ഹ്യൂമൻ സർവീസ് ഏജൻസീസ്, നമ്മുടെ സ്കൂളിലെ സപ്പോർട്ടീവ് സ്റ്റാഫ്സ്, ഇവരെല്ലാവരും ഒരുമിച്ച് നല്ല രീതിയിൽ ലേൺ ചെയ്താൽ മാത്രം വർക്ക് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് കുട്ടിക്ക് ഒരു പോസിറ്റീവ് ലേണിംഗ് അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഷെയർ പ്ലാനിങ്. ഫസ്റ്റ് ഓഫ് ഓൾ സപ്പോർട്ടീവ് ടീച്ചിങ് അല്ലെങ്കിൽ സപ്പോർട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിന്ന് തന്നെ നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടീവ് പ്ലാൻസ്, കുട്ടിയുടെ എഡ്യൂക്കേഷൻ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ കുട്ടികളും ഒരേപോലുള്ള ഓരോ കഴിവുള്ളവരല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ്, പ്രോബ്ലംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ സോൾവ് ചെയ്യാനും നോക്കണം. പിന്നെ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്തെല്ലാം റിസോഴ്സസ് ഉണ്ട്, അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ്, അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തമായ ഒരു ധാരണ വേണം. നമ്മൾ പറയുന്നത് കോപ്പറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ് ആണ്. എഡ്യൂക്കേറ്റേഴ്സ്, സ്റ്റുഡൻസ്, ഫാമിലി, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, ഹ്യൂമൻ സർവീസ് ഏജൻസീസ് വർക്ക് ടുഗദർ ആസ് എ പാർട്ട്ണർ ടു സപ്പോർട്ട് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. നമ്മുടെ കുട്ടിയുടെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ എഡ്യൂക്കേറ്റേഴ്സും സ്റ്റുഡൻസും ഫാമിലി കമ്മ്യൂണിറ്റി മെമ്പേഴ്സും ഹ്യൂമൻ സർവീസ് ഏജൻസി എന്നുള്ള വ്യക്തികളും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. To provide responsive and comprehensive range of support that meet the developmental and learning needs of the students. അങ്ങനെ ഇത് നല്ല രീതിയിലുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് റെസ്പോൺസീവ് ആൻഡ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റേഞ്ച് ഓഫ് സപ്പോർട്ട്സ് ഈ പറഞ്ഞ ഓരോ മെമ്പേഴ്സും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് കുട്ടിയുടെ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇവരെല്ലാവരുമാണ് കുട്ടി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ടാവും, ലേണിംഗ് പ്രോബ്ലംസ്, ലേണിംഗ് ഇഷ്യൂസും കാര്യങ്ങളും അതെന്താന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതും അതിന് വേണ്ട കറക്റ്റ് പ്ലാനിങ്ങും കാര്യങ്ങൾ എടുക്കുന്നതും പ്രോബ്ലംസ് എന്തെങ്കിലും ഫേസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതും അതിന് വേണ്ട റിസോഴ്സസ് അവൈലബിൾ ആക്കുന്നതും ആരാണ്? പറഞ്ഞ ഓരോ മെമ്പേഴ്സ് ആണ്. ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഫാമിലീസ്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, ഹ്യൂമൻ സർവീസ് ഏജൻസി എന്നുള്ള മെമ്പേഴ്സ്. ഓക്കെ, എഡ്യൂക്കേറ്റർ ഉദ്ദേശിക്കുന്ന ടീച്ചറിനെ തന്നെയാണ് കേട്ടോ. ഇവരെല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമാണ് കുട്ടിയുടെ നീഡ്സും വാൺസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ ആൻഡ് ബെറ്റർ പ്ലേസ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെയാണോ ആ ഒരു പോയിന്റ്? കോപ്പറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുമോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? നെക്സ്റ്റ് ആണ് കമ്മ്യൂണിറ്റി. നമ്മളിവിടെ കമ്മ്യൂണിറ്റിന്ന് യൂസ് ചെയ്യുന്നത് സൊസൈറ്റിനെയാണ് കേട്ടോ, നമ്മളുടെ സമൂഹം. ആ ഒരു മീനിങ് ആണ് വരുന്നത്. സ്കൂൾസ് ആർ ഓപ്പൺ ആൻഡ് വെൽക്കം ഫോർ കമ്മ്യൂണിറ്റി. നമ്മൾ സ്കൂളുകൾ എപ്പോഴും ഓപ്പൺ ആൻഡ് വെൽക്കമിങ് ടു കമ്മ്യൂണിറ്റി. നമ്മൾ കമ്മ്യൂണിറ്റിനെ വെൽക്കം ചെയ്യണം.
സമൂഹത്തിനെ സ്കൂളിലേക്ക് വെൽക്കം ചെയ്യണം. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഗ്രാംസും കാര്യങ്ങളും പ്ലാൻ ചെയ്യാം. അപ്പോൾ അവരുടേതായ എക്സ്പീരിയൻസും കാര്യങ്ങളും കുട്ടികൾക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തില് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവും. അപ്പൊ ആ പേഴ്സൺസിനൊക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഗ്രാംസ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ അത് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഇംപ്രൂവ് സ്റ്റുഡൻസ് വെൽബീയിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനിലും വെൽബീയിങ്ങിലും നല്ലൊരു കമ്മ്യൂണിറ്റിയുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ കുട്ടികളെ നല്ല ബെറ്റർ വെൽബീയിങ് ആൻഡ് നല്ലൊരു എഡ്യൂക്കേഷനിലേക്ക് അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നോക്കാം. Schools are open and welcome center of the community. സ്കൂൾസ് പറയുന്നത് ഓപ്പൺ വെൽക്കം സെന്റർ ഓഫ് ദി കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റിനെ വെൽക്കം ചെയ്യുന്ന ഒരു സെന്ററാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എപ്പോൾ വേണമെങ്കിലും സ്കൂളിലേക്ക് ഓപ്പൺ ആണ്, വെൽക്കം ആണ്, അവര് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതാണ്. സ്ട്രോങ് ആൻഡ് stable community are key contributed to the well-being and education of the students. നല്ല ധൈര്യമുള്ള, നല്ല കറേജസ് ആയിട്ടുള്ള, നല്ല കോൺഫിഡൻസ്, നല്ല ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആണെങ്കിൽ നമ്മുടെ കുട്ടിയുടെ വെൽബീയിങ്, നമ്മുടെ ബിഹേവിയറിലാവട്ടെ, എഡ്യൂക്കേഷനിലാവട്ടെ, എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു സപ്പോർട്ട് ആയിരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, എൻ്റെ ഒരു പഴയൊരു ഓർമ്മയാണ്. ഞാനൊക്കെ 10th പഠിക്കുന്ന സമയത്ത് സ്കൂളില് ഇത് വെക്കും, എന്താണ്, നൈറ്റ് ക്ലാസ് വെക്കും 9 o'clock വരെ. ഞങ്ങള് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സാധാരണ കുട്ടികൾ കുറച്ച് എല്ലാവരെയും ഇരുത്തിയിട്ട് നൈറ്റ് ക്ലാസ് വെക്കും. അപ്പോ ഞങ്ങളുടെ അടുത്ത് ലൈബ്രറി ഉണ്ട്. ലൈബ്രറിയും മെമ്പേഴ്സ് ആയിട്ടുള്ള കുറച്ച് എന്താ പറയാ, കുറച്ച് മുതിർന്ന ചേട്ടന്മാരുണ്ട്. അവരായിരിക്കും ഞങ്ങൾക്ക് നൈറ്റ് ക്ലാസ്സിന് വേണ്ട അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. ലൈറ്റ് അറേഞ്ച്മെന്റ്സും, എന്നുവെച്ചാൽ നൈറ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് ശ്രദ്ധിക്കണം. ക്ലാസ്സുകളിൽ അന്ന് ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ എല്ലാ ക്ലാസ്സുകളിലും ലൈറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫാൻ തന്നെ അന്ന് അപൂർവം ചില ക്ലാസ്സുകളിലും, എന്നുവെച്ചാൽ ഫാനും ചെറിയ ക്ലാസ്സുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ക്ലാസ്സിലും ലൈറ്റ് ഉണ്ടെങ്കിലും ഫാനൊക്കെ വളരെ കുറവാണ്, മിനിമമാണ്. അപ്പോ ഞങ്ങൾ ഗ്രൗണ്ട് പോലെ ഒരു പ്ലേസ് ആണ്, ഒരു നടുമുറ്റമാണ്. അവിടെ ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ ചേട്ടന്മാരാണ്. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ലൈബ്രറിയിൽ നിന്നുള്ള കുറച്ച് ആയിട്ടുള്ള പീപ്പിൾസ് ആണ് ഈ ഹെൽത്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ആ നൈറ്റ് ക്ലാസ് കഴിയുന്നത് വരെ എന്താ പറയുക, ഞങ്ങളുടെ ആ ഒരു പ്രദേശം ഫുള്ളും ലൈറ്റ്ഫുൾ ആയിരിക്കും. കാരണം പല സ്ഥലത്തും ആൾക്കാരുണ്ടാവും. ഇപ്പൊ നൈറ്റ് ക്ലാസ് കഴിഞ്ഞ് ആണെങ്കിൽ നമുക്ക് പേടിക്കണ്ട. പാരന്റ്സ് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോരുന്ന വരെ ടീച്ചേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റി അവിടെയുള്ള സമൂഹത്തിലുള്ള വ്യക്തികളും ഉണ്ടാവും അവിടെ തന്നെ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അവര് തന്നെ അറേഞ്ച് ചെയ്ത് തരും. ഫുഡ് എന്ന് പറയുമ്പോ നമുക്ക് ഡിന്നറായിട്ടൊന്നുമല്ല, സ്നാക്സും കാര്യങ്ങളൊക്കെ ഞങ്ങള് സ്കൂളിൽ നല്ല വീട്ടിൽ എല്ലാവരും വന്ന് ഈ സ്നാക്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള മെമ്പേഴ്സ് തന്നെ 28 കുട്ടികൾക്ക് വേണ്ടി ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നു. അതേപോലെ എല്ലാ കാര്യത്തിലും ജസ്റ്റ് ഒരു ചെറിയൊരു ഫംഗ്ഷൻ ആണെങ്കിൽ പോലും ഈ കമ്മ്യൂണിറ്റിയിലുള്ള പേഴ്സൺസ്, റെപ്രസെന്റേറ്റീവ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് അത് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് പണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ഇന്നില്ല കേട്ടോ, ഇന്ന് എനിക്ക് അറിയില്ല ഇന്ന് അങ്ങനെ ഉണ്ടോന്ന്. ഇന്ന് എല്ലാ സ്കൂളുകളിലും അങ്ങനെ തന്നെയാണോ എന്നൊന്നും എനിക്ക് അറിയില്ല. കാരണം ഞാൻ കാണുന്നില്ല ഇന്ന് അങ്ങനത്തെ ഒരു നല്ലൊരു കോപ്പറേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്കൂളുകളോടുള്ള റെസ്പോൺസിബിലിറ്റി ഒന്നും കാണുന്നില്ല. അപ്പോ അത്രയും നല്ലൊരു പോസിറ്റീവ് ആയിട്ടൊരു സമൂഹത്തിൽ വളർന്നു വന്നതാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയുക, നല്ലൊരു ഫ്രീഡം നമുക്ക് കിട്ടും. നമുക്ക് പേടിക്കാണ്ട് എപ്പോ വേണമെങ്കിലും സമൂഹത്തിലൂടെ നടന്നു പോകാനായാലും നമുക്ക് അത് ധൈര്യം ഉണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് എനിക്കാണെങ്കിൽ ഒത്തിരി ദൂരം നടന്നിട്ട് വേണം സ്കൂളിലേക്ക് എത്താനായിട്ട്, അല്ലെങ്കിൽ തിരിച്ചു പോകാനായിട്ടായാലും. അപ്പൊ ഈവനിങ് ഒക്കെ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് എന്റെ വീട്ടിലമ്മ കുറച്ച് ലേറ്റ് ആകുമ്പോ തന്നെ സൈഡിലേക്ക് വന്ന് നിൽക്കും, എന്നെ കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ വൈകിട്ടുണ്ടെങ്കിൽ വൈകിയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ എത്തുന്നതിന് മുമ്പ് അവിടെ പറയും, വീട്ടിൽ അറിയാൻ പറ്റും. കാരണം പണ്ട് കുറച്ചും കൂടി സോഷ്യലൈസേഷൻ ഉണ്ടായിരുന്നു അല്ലെ. എന്നുവെച്ചാല് എല്ലാവരും തമ്മിൽ ഇപ്പൊ ഞങ്ങൾ നടന്നു പോയിരുന്ന സമയത്തുള്ള കാര്യമാണ്. എല്ലാ ദിവസവും സ്ഥിരമായി കാണുന്നവർ തമ്മിൽ സംസാരിക്കുമായിരുന്നു. എന്നുവെച്ചാല് ഈവനിങ് ഈ സൈക്കിളൊക്കെ ചവിട്ടാനായിട്ട് വെച്ചാൽ
അപ്പൊ അവര് പോലും നമ്മളോട് സംസാരിക്കും, എവിടെ വീട്, ഇന്നാളുടെ മോളാണല്ലേ, അപ്പൊ ഞാൻ വീട്ടിലെത്തിനേക്കാൾ മുമ്പ് അമ്മനോട് പറയും, ആ മോള് നടന്നു വരുന്നുണ്ട്, ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു, അതാണ് ലേറ്റ് ആയത്, ഇവിടെ എത്താറായിട്ടുണ്ട്, ഒരു 5 മിനിറ്റിനുള്ളിൽ എത്തും. അത് അമ്മ അറിയും. അപ്പൊ അമ്മയ്ക്കൊക്കെ ഒരു അത്യാവശ്യം നല്ലൊരു എന്താ പറയുക റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു പണ്ടത്തെ സമൂഹത്തിന്. ഇന്നുണ്ടോ ആ ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ എന്താ പറയാ അത്രയും സേഫ് ആയിട്ടുള്ള സമൂഹത്തിലാണ് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നത്? ഇല്ല മാം, മൊബൈലിന്റെ ഒരുപാട് നഷ്ടപ്പെട്ടു. പണ്ട് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന എല്ലാവരും എനിക്കറിയായിരുന്നു. ചെറിയ കുട്ടികൾ ഭയങ്കര എന്താ പറയാ സംസാരം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന എല്ലാവരോടും ഞാൻ സംസാരിക്കുമായിരുന്നു. ഹായ് പറയും, ഗുഡ് മോർണിംഗ് പറയും. ഞങ്ങൾ അവിടെ ഒരു വിളിച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് കറക്റ്റ് ആയിട്ട് പറയും. അപ്പൊ നമ്മൾ രാവിലെ പോകുമ്പോഴും വൈകുന്നേരം നടക്കാൻ പോകുന്നത് ആള്, രാവിലെ വൈകുന്നേരം നടക്കാൻ പോകുന്നത് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ ആ വെലിസിന് ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ്ങും പറയാനായിട്ട് ഭയങ്കര താല്പര്യം. എല്ലാവരോടും ഗുഡ് ഈവനിങ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. ഞാനും എന്ന് പറയും, ആ വെലിസിനെ കണ്ടില്ലെങ്കിൽ നമുക്കൊരു വിഷമം. നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ആ ഒരു എന്താ പറയാ ആൾക്കാർ മാറിപ്പോയല്ലേ, എല്ലാവരും മാറിപ്പോയി. പണ്ട് നമ്മളുടെ വീടുകളുടെ അടുത്തൊക്കെ മലനാടുകളിലൊക്കെ നമ്മള് എന്താ പറയാ ആൾക്കാരിലൊക്കെ സംസാരിച്ചിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു നമുക്ക്. അത് ഇന്ന് കാണാനില്ല. ഇതെല്ലാവരും ഫോണിലാണ്. നമ്മളെല്ലാവരും ഫോണിൽ വെച്ചിട്ട് നമ്മുടെ കുട്ടികൾ നമ്മുടെ മുഖത്തോട് സംസാരിക്കും. നല്ലൊരു മുതിർന്ന വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന് കുട്ടികൾക്ക് അറിയില്ല, അല്ലെ? നമ്മളാണ് ആ ലാസ്റ്റ് ജനറേഷൻ. ഈ മൊബൈൽ ഫോണിന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും അറിഞ്ഞും പഴയ തലമുറയുടെ ആ ഒരു എന്താ പറയാ ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടി വളർന്നു വന്ന ഒരു തലമുറയാണ് നമ്മുടെ 90s കിഡ്സ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് കാര്യങ്ങളൊക്കെ ആ ഒരു തലമുറയിലാണ്. അപ്പോ നമ്മള് കമ്മ്യൂണിറ്റിനോട് നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക് എന്തായാലും നമ്മൾ നല്ല രീതിയിൽ ഫാമിലീസ് സ്കൂളും മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ ഒരു സഹോദരത്വം നേടിയെടുക്കാനായിട്ട് പറ്റും. നമ്മള് ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, ഒരു സുരക്ഷിതത്വം നമുക്ക് കുട്ടികൾക്ക് കിട്ടും. കാരണം നമുക്ക് സമൂഹം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു നല്ല സോഷ്യൽ എൻവയോൺമെന്റ്. കുട്ടികൾക്ക് വേണ്ട ബെറ്റർ ലേണിംഗിന് വേണ്ട ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സോഷ്യൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഉത്തരവാദിത്തമാർക്കാണ് സമൂഹത്തിനല്ലേ. നമുക്ക് വിഷമത്തിനോട് കൂടി തന്നെ പറയാം, നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ കിട്ടുന്നുണ്ടോ? ഇല്ല. നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്ത് പോലും കുട്ടിയെ തച്ചിട്ടാൻ പേടിയാ, കളിക്കാൻ വിടാൻ പേടിയാണ്, ഭയമാണ്. എനിക്കും അറിയാം കുട്ടികളെ കളിക്കാൻ പോകണം, പുറത്ത് പോകണം, എന്നാലാണ് അവർക്ക് ഫിസിക്കൽ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാവുന്നത്. പക്ഷേ നമുക്ക് ഭയമാണ് സമൂഹത്തിലേക്ക് കുട്ടികളെ വിടാനായിട്ട്. നമുക്ക് ഭയമാണ്. കാരണം നമ്മള് ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകളും ന്യൂസും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളതാണ്. അപ്പോ എന്റെ ഒരു പ്രാർത്ഥനയാണ് അങ്ങനെയുള്ള ഒരു ബാഡ് ആയിട്ടുള്ള ഇത് മാറി നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമൂഹം വാർത്തെടുക്കാനായിട്ട് നമുക്ക് കുട്ടികളിലൂടെ മാത്രമാണ് പറ്റുന്നത്. ഓക്കെ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റി ഇന്നും നഷ്ടപ്പെടാത്ത ഒരുപാട് ഗ്രാമങ്ങൾ ഉണ്ടാവും കേട്ടോ ചിലപ്പോ, അല്ലെ? നമ്മുടെ പരിചയത്തിലൊക്കെ നിങ്ങൾ വരുന്ന ഗ്രാമങ്ങളിൽ ചിലപ്പോൾ ഇതേ ക്വാളിറ്റിയും നല്ല എന്താ പറയാ നാട്ടുപുറങ്ങളുടെ നല്ല തനിമ അല്ലെങ്കിൽ നല്ലൊരു ഗുഡ് ഫീലിംഗ് ഉള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്നാലും അവിടേക്കൊക്കെ മൊബൈൽ ഫോൺ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അവരിലത് നല്ല പഴമ അതേപോലെ തന്നെ നിലനിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ആ പോയിന്റ് നോക്കാം. ബൈ വർക്കിംഗ് ക്ലോസ്ലി വിത്ത് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, schools and educators foster and strengthen a commitment to sense of community in their neighborhoods. അപ്പോൾ നല്ലൊരു ഫാമിലി കമ്മ്യൂണിറ്റി ആൻഡ് സ്കൂൾ നല്ല രീതിയിൽ സ്കൂളും എഡ്യൂക്കേറ്റേഴ്സ് ടീച്ചേഴ്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഇൻ ദയർ നൈബർഹുഡ്സ് നല്ലൊരു സഹോദരത്വം നല്ല രീതിയിൽ നേടിയെടുക്കാനായിട്ട് പറ്റും. അതേപോലെ നമ്മുടെ കമ്മിറ്റ്മെന്റ്സ്, നമ്മുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് നമ്മുടെ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ലേണിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ്, നല്ലൊരു എൻവയോൺമെന്റ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നത് കമ്മ്യൂണിറ്റിയിലെ എല്ലാ മെമ്പേഴ്സും ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യുകയും അതിനുവേണ്ടി നമ്മൾ എന്തെടുക്കും എഫേർട്ട് എടുക്കുകയുമാണ് വേണ്ടത്. കമ്മ്യൂണിറ്റി കുട്ടികളുടെ എഡ്യൂക്കേഷന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹമാണ്, സൊസൈറ്റിയാണ്, നല്ലൊരു പോസിറ്റീവ് ആൻഡ്
വെൽ ബീയിങ് സൊസൈറ്റി ആയിരിക്കണം കുട്ടികൾക്ക് നല്ല രീതിയിൽ ലേണിംഗ് പോസിബിൾ ആക്കാനായിട്ട് നല്ലത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. ഞാൻ പറഞ്ഞ മീനിങ് ഉൾക്കൊണ്ടുകൊണ്ട് ആ സെന്റൻസ് വായിക്കാം കേട്ടോ. ഓക്കെ, MT12 ആരെങ്കിലും സെമിനാർ എടുക്കാനുണ്ടോ ഇന്ന്? ഇല്ലാലോ. ഓക്കെ, അത് ജസ്റ്റ് കഴിഞ്ഞ ദിവസം ലൈബ്രറിയുടെ സമയത്ത് ഞാൻ സെമിനാർ ലൈവ് ക്ലാസ്സിൽ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ ആരും പറഞ്ഞിട്ടില്ലാലോ. സെമിനാർ ഒക്കെ എടുത്തു തുടങ്ങിയോ? ആ മാം എടുത്തു. ലിഡി എടുത്തോ? സോറി, ലവലി എടുത്തോ? ഓ മാം, ഞാൻ PG PG എടുത്തിട്ടില്ല എന്നാണോ മാം? PG എടുത്തിട്ടില്ല. ഓക്കെ, ലവലി എന്റെ ക്ലാസ്സിൽ എടുത്താൽ മതി കേട്ടോ സെമിനാർ. ഓക്കെ. കാരണം ഇനിയിപ്പോ നെക്സ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ടോപ്പിക് ഞാൻ കുറച്ച് സെമിനാർ ടൈപ്പ് ടോപ്പിക് ആണ്, അപ്പൊ ഞാൻ സെമിനാർ തരാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. എല്ലാവർക്കും തരാവേ. കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ, അത് നെക്സ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ളതാണ്, അപ്പൊ സെമിനാർ തരാം, അതിന് തരാം കേട്ടോ. അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. 4th പോയിന്റ് വരെ നമ്മൾ ചാപ്റ്റർ വരെ പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെയും ഏകദേശം എല്ലാവർക്കും മനസ്സിലായോ? Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള പോർഷൻസ് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഓക്കെ, പറഞ്ഞോ. Sign out. Thank you, Aparna ma'am, for such an informative and interesting class. We learned many new and valuable things today. We truly appreciate your effort and guidance. Thank you, ma'am. Have a great day. Thank you, Yasin, and thank you all. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.